കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ദുരന്തറിന്റെ രണ്ടാം ഭാഗവും ആദ്യ ഭാഗവും 6ഓളം GCC രാജ്യങ്ങളിൽ ബാൻ ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് അവർ ബാൻ ചെയ്തത് എന്നുള്ളതിന്റെ കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ആന്റി പാകിസ്ഥാൻ കണ്ടന്റ് അഥവാ പാകിസ്ഥാനെതിരെയുള്ള കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് 6ഓളം ഗൾഫ് രാജ്യങ്ങൾ ദുരന്തർ ഫ്രാഞ്ചൈസി അവിടെ ബാൻ ചെയ്തത്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പാകിസ്ഥാൻ കണ്ടന്റ് എങ്ങനെയാണ് ഗൾഫ് രാജ്യങ്ങളെ ബാധിക്കുന്നത്? അല്ലെങ്കിൽ പാകിസ്ഥാൻ വിരുദ്ധ ആശയങ്ങൾ കാണിച്ചതിന് ഗൾഫ് രാജ്യങ്ങൾ എന്തിനാണ് സിനിമകൾ ബാൻ ചെയ്യുന്നത്? ബോളിവുഡ് സിനിമകൾക്ക് മാത്രമല്ല മലയാള സിനിമകൾ വരെ ബാൻ ചെയ്യുകയും മലയാള സംവിധായകന്മാർക്ക് വരെ ഗൾഫ് രാജ്യങ്ങളിലെ നിയമം ഭീഷണിയായി വരികയും ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാൻ കണ്ടന്റും ഇന്ത്യൻ സിനിമയും GCC രാജ്യങ്ങളുടെ ബാനും ഇതെങ്ങനെയാണ് പരസ്പരം കണക്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഈ വീഡിയോ നമ്മൾ പതിവായി ചെയ്യുന്ന വീഡിയോ പോലെയല്ല, ഏതെങ്കിലും മതത്തെയോ രാജ്യത്തെയോ സംസ്കാരത്തെയോ കുറ്റപ്പെടുത്താനോ കളിയാക്കാനോ വേണ്ടിയല്ല ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യമേ വ്യക്തമാക്കുന്നു. സോ വെൽക്കം ടു ബോക്സ് ഓഫീസ്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷൻ കിട്ടിയ സിനിമയും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ആദ്യമായി 1000 കോടി അടിച്ച സിനിമയും കൂടിയാണ് ദുരന്തർ. ദുരന്തറിലേക്ക് വരികയാണെങ്കിൽ കറാച്ചിയിലെ ക്രിമിനൽ സിൻഡിക്കേറ്റുകളിലേക്കും അധോ ലോകത്തിലേക്കും നുഴഞ്ഞു കയറാൻ ഹംസ എന്ന പേരിൽ അയക്കപ്പെടുന്ന ഇന്ത്യൻ റോ ഏജന്റിന്റെ കഥയാണ് ദുരന്തർ. ദുരന്തർ ഫ്രാഞ്ചൈസിയുടെ അവസാന അധ്യായത്തിൽ റഹ്മാൻ ദക്കേറ്റിന്റെ മരണശേഷം ഹംസ എന്ന പേരിൽ സിംഗ് ലിയാരിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും മുംബൈ ആക്രമണത്തിന് പ്രതികാരം ചെയ്യുകയും ചെയ്യുന്നു. ഓപ്പറേഷൻ ലിയാരി, 2014 ഇന്ത്യൻ തെരഞ്ഞെടുപ്പ്, 2016 ഇന്ത്യൻ നോട്ട് നിരോധനം തുടങ്ങിയ യഥാർത്ഥ സംഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് സിനിമയുടെ രണ്ടാം ഭാഗം പുറത്തിറങ്ങുന്നത്. എന്നാൽ പാകിസ്ഥാൻ വിരുദ്ധത അല്ലെങ്കിൽ പാകിസ്ഥാൻ കണ്ടന്റ് ഉൾപ്പെടുത്തി എന്ന കാരണം കൊണ്ട് UAE, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റിൻ, കുവൈറ്റ്, ഒമാൻ പോലുള്ള 6 GCC രാജ്യങ്ങൾ ഈ സിനിമ അവിടെ ബാൻ ചെയ്യുന്നതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. ഇതിന്റെ അവസാന കാരണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. ദുരന്തർ സിനിമ ബാൻ ചെയ്യാനുള്ള ആദ്യ കാരണമാണ് ഗൾഫ് റൂട്ട്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി ഇന്ത്യയിൽ തീവ്രവാദം നടത്തുന്നതിന് അവർക്ക് ആവശ്യമായ പണം വേണം. എന്നാൽ നേരിട്ട് ഇന്ത്യയിലേക്ക് പണം അയക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളെ ഒരു മീഡിയേറ്റർ ആക്കിക്കൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് പല രീതിയിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, പ്രധാനമായും ദുബായ്, ഖത്തർ എന്നിവിടങ്ങളിലൂടെ. അതുകൊണ്ട് ദുരന്തറിന്റെ 2 ഭാഗങ്ങളിൽ അവർ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് പറയുമ്പോൾ ഇതേ ഗൾഫ് റൂട്ടിനെ കുറിച്ചും ദുബായ്, ഖത്തർ അടങ്ങുന്ന രാജ്യങ്ങളെ കുറിച്ചും പറയേണ്ടി വരും. ഇതൊക്കെ അവരുടെ രാജ്യങ്ങളുടെ സൽപ്പേരിന് ഒരു പ്രശ്നമായതുകൊണ്ടാണ് സിനിമ പ്രധാനമായും അവിടെ ബാൻ ചെയ്യാനുള്ള ഒരു കാരണം. 2024 പുറത്തിറങ്ങിയ ആടുജീവിതം എന്ന സിനിമയിൽ മരുഭൂമിയിൽ വർഷങ്ങളോളം അകപ്പെട്ടു പോയ നജീബിനെ കുറിച്ച് പറയുമ്പോൾ സൗദി അറേബ്യയെക്കുറിച്ചും അവിടുത്തെ ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ചും പറയേണ്ടി വരും. അതോടൊപ്പം സൗദിയുടെ പതാകയും സിനിമയിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അവരുടെ രാജ്യത്തെ ഇകഴ്ത്തി കാട്ടുന്നതിന്റെ പേരിലാണ് സിനിമ ബാൻ ചെയ്യുകയും സെൻസർഷിപ്പ് നിഷേധിക്കുകയും ചെയ്തത്. 2011 മറ്റൊരു യഥാർത്ഥ കഥയെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ഖദാമ എന്ന സിനിമ സൗദി അറേബ്യയുടെ മോശം അവസ്ഥയെക്കുറിച്ച് കാണിച്ചപ്പോഴും ഇതേ ബാൻ അവർക്ക് നേരിടേണ്ടി വന്നിരുന്നു. ദുൽഖർ സൽമാന്റെ കുറുപ്പ് എന്ന സിനിമയിൽ സുകുമാരക്കുറുപ്പ് കുവൈറ്റിലേക്ക് കടന്നു കളഞ്ഞു എന്നുള്ള ഒരു ചെറിയ പരാമർശം അവിടെ കാണിച്ചപ്പോഴാണ് കുവൈറ്റിനെ കളിയാക്കി എന്നുള്ള പേരിൽ സിനിമയുടെ സെൻസർഷിപ്പിനെ അത് ബാധിച്ചത്. അപ്പോഴും ഒരു ചോദ്യം ബാക്കിയുണ്ട്. അതാത് രാജ്യങ്ങളിൽ മാത്രമാണ് പ്രശ്നമുള്ളൂവെങ്കിൽ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ എന്തുകൊണ്ട് റിലീസാക്കിക്കൂടാ എന്ന്. എന്നാൽ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. 6ഓളം ഗൾഫ് രാജ്യങ്ങൾ ഒരു പ്രധാന കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ 6 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെ ബാധിക്കുന്ന ഒരു പ്രവൃത്തി ഉണ്ടായാൽ അത് മുഴുവൻ രാജ്യത്തെ ബാധിക്കുന്നതായി കണക്കാക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുമെന്ന്. അതുകൊണ്ടാണ് ആടുജീവിതം, ഖദാമ, കുറുപ്പ് പോലുള്ള സിനിമകൾക്ക് സെൻസർഷിപ്പ് നിഷേധിക്കുകയും ബാൻ ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ ദുരന്തർ എന്ന സിനിമ ഈ പറഞ്ഞ GCC രാജ്യങ്ങളിൽ പാകിസ്ഥാന്റെ പേരിൽ ബാൻ ചെയ്യപ്പെടാനുള്ള രണ്ടാമത്തെ കാരണമാണ് ഗൾഫ് പാക് അലയൻസ്. പാകിസ്ഥാനും ഗൾഫ് രാജ്യങ്ങളും OIC എന്ന സംഘടനയിലെ അംഗങ്ങളാണ്. OIC എന്നാൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്നാണ്. UN ശേഷമുള്ള രണ്ടാമത്തെ ഏറ്റവും വലിയ ഓർഗനൈസേഷനാണ് OIC. ഈ സംഘടനയിലെ പ്രധാന കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പാകിസ്ഥാനാണ്. കാശ്മീർ വിഷയം പോലുള്ള പാകിസ്ഥാന്റെ ആവശ്യങ്ങളാണ് പ്രധാനമായും അവർ അതിൽ ഉന്നയിക്കുന്നത്. ഗൾഫ് രാഷ്ട്രങ്ങളുടെ കയ്യിൽ പണമുണ്ട്, പാകിസ്ഥാന്റെ കയ്യിൽ പണമില്ല, പക്ഷെ പവറുണ്ട്. പാകിസ്ഥാന് വലിയൊരു ആർമി ഉണ്ടെന്ന് മാത്രമല്ല അവര് ആണവശേഷിയുള്ള ഒരു രാജ്യമാണ്. പവർ പാകിസ്ഥാന്റെ കയ്യിലും പൈസ ഗൾഫ് രാഷ്ട്രങ്ങളുടെ കയ്യിലുമുള്ളപ്പോൾ പാകിസ്ഥാൻ ശത്രുവിനെയും മിത്രങ്ങളെയും ഒരുപോലെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള പാകിസ്ഥാന്റെ ആവശ്യങ്ങൾ അവിടെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പാകിസ്ഥാൻ അവരെ സഹായിക്കുന്നത് കൊണ്ട് ഈ 6ഓളം ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് പാകിസ്ഥാന്റെ വാക്കുകൾ കേട്ടേ പറ്റൂ. അതുമാത്രമല്ല സൗദി അറേബ്യയിലെ രാജകുടുംബത്തിന് സെക്യൂരിറ്റി ഒരുക്കുന്നത് പാകിസ്ഥാൻ ആർമിയാണ്. പല ഗൾഫ് രാഷ്ട്രങ്ങളുടെ യുദ്ധങ്ങൾക്ക് വേണ്ടി അവരുടെ ഫൈറ്റർ ജെറ്റ് ഓടിച്ചിരുന്നത് പാകിസ്ഥാനി പൈലറ്റുമാരായിരുന്നു. സെക്യൂരിറ്റിയും ആയുധങ്ങളും കൊടുത്തുകൊണ്ട് പാകിസ്ഥാൻ അവരെ സഹായിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൽ ഒരു പടി മുകളിൽ പാകിസ്ഥാന് വേണ്ടിയുള്ള ഒരു സപ്പോർട്ട് ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിന്നും അവർക്ക് കിട്ടാൻ വേണ്ടിയാണ്. ഈ പറഞ്ഞ 6ഓളം ഗൾഫ് രാജ്യങ്ങൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലെ വ്യത്യസ്തമായ ആളുകൾ തിങ്ങിപ്പാർക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന സ്ഥലമാണ്, പ്രധാനമായും പാകിസ്ഥാനിലെയും ഇന്ത്യയിലെയും ആളുകൾ.
അതുകൊണ്ട് അത്രയും വൈവിധ്യമുള്ള രാജ്യങ്ങൾക്കിടയിൽ ഒരു സിനിമ മൂലം ആളുകൾക്കിടയിൽ ഒരു ഭിന്നതയോ സോഷ്യൽ ഡിസ്റ്റർബൻസോ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് പാകിസ്ഥാനുമായി കണക്ട് ചെയ്യുന്ന പാകിസ്ഥാൻ വിരുദ്ധ സിനിമകൾ, ആശയങ്ങൾ എന്നിവ ഗൾഫ് രാജ്യങ്ങളിൽ അവർ ഒരിക്കലും സെൻസർഷിപ്പ് കൊടുത്ത് പ്രദർശിപ്പിക്കാത്തത്. ഇതവർ മനഃപൂർവ്വം ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല, പാകിസ്ഥാന്റെ നിർബന്ധപ്രകാരം ചെയ്യുന്ന കാര്യങ്ങളാണ്. ദുരന്തർ മാത്രമല്ല, ആർട്ടിക്കിൾ 370, ടൈഗർ 3, ദ കാശ്മീരി ഫയൽസ്, ബോർഡർ 2, സ്കൈ ഫോഴ്സ്, ഫൈറ്റർ പോലുള്ള ഇന്ത്യയുടെ ദേശസ്നേഹം ഉയർത്തി കാണിക്കുകയും അതേസമയം പാകിസ്ഥാന്റെ കള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുകയും ചെയ്യുന്ന സിനിമകൾ അവിടെ ബാൻ ചെയ്യുന്നത്. ഇതൊന്നും മനസ്സുകൊണ്ട് ചെയ്യുന്നതല്ല, നിവൃത്തികേട് കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് പറയുന്നത് പോലെയാണ് GCC രാജ്യങ്ങളിലെ ഇത്തരം ബാനുകൾ. ഉദാഹരണത്തിന്, നാളെ ഓപ്പറേഷൻ സിന്ദൂർ അടിസ്ഥാനമാക്കി ഒരു സിനിമ പുറത്തിറങ്ങിയാലും പാകിസ്ഥാന്റെ പ്രഷർ ഉള്ളതുകൊണ്ട് തന്നെ GCC രാജ്യങ്ങൾ ആ സിനിമ 100% ബാൻ ചെയ്യും. ദുരന്തർ സിനിമ ബാൻ ചെയ്യപ്പെടാനുള്ള മൂന്നാമത്തെയും അവസാനത്തെയും കാരണമാണ് ഇസ്ലാമിക് ലോ അഥവാ ഇസ്ലാമിക നിയമസംഹിത. അതായത് മുൻപ് പറഞ്ഞ OIC ഓർഗനൈസേഷനിലെ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള 6 ഗൾഫ് രാഷ്ട്രങ്ങൾ ഇസ്ലാമിക ശരിയ നിയമം പിൻപറ്റുന്നവരാണ്. പലപ്പോഴും പാകിസ്ഥാന് വേണ്ടി ഈ നിയമം പാകിസ്ഥാൻ പല രീതിയിൽ ദുർവിനിയോഗം ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇന്ത്യക്കാർ കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയ്ക്ക്, പ്രത്യേകിച്ചും ബോളിവുഡ് സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ആരാധകരുള്ളത് പാകിസ്ഥാനികളാണ്. ദുരന്തർ ആദ്യ ഭാഗത്തിന്റെ കോപ്പി ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്ത് കണ്ടവരും ഇതേ പാകിസ്ഥാനികളാണ്. ദുരന്തർ പോലുള്ള സിനിമകളിൽ പറയുന്ന പാകിസ്ഥാൻ വിദ്വേഷവും പാകിസ്ഥാന്റെ കള്ളത്തരങ്ങളും ഒരു ദൃശ്യമാധ്യമത്തിലൂടെ അനേകം ആളുകൾ കാണുമ്പോൾ പാകിസ്ഥാന്റെ പൊള്ളത്തരങ്ങൾ മനസ്സിലാക്കുകയും നയതന്ത്രപരമായ പല കാര്യങ്ങളിൽ നിന്നുമുള്ള പാകിസ്ഥാന്റെ മേൽക്കൈ നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിക നിയമങ്ങൾക്കിടയിലേക്ക് മനഃപൂർവ്വം പാകിസ്ഥാനെതിരെ പറയുന്ന കണ്ടന്റിനൊന്നും സെൻസർഷിപ്പ് കൊടുക്കരുതെന്നും ബാൻ ചെയ്യണമെന്നുള്ള പ്രഷർ GCC രാജ്യങ്ങൾക്ക് കൊടുക്കുന്നു. 2017 മഹേഷ് നാരായണൻ സിനിമയായ ടേക്ക് ഓഫിൽ തീവ്രവാദ പ്രവർത്തനവും ഗൾഫ് രാജ്യങ്ങളുടെ ഇല്ലീഗൽ ഫണ്ടിങ്ങും കാണിച്ച് സിനിമയെടുത്തപ്പോൾ ഇസ്ലാമിക നിയമത്തിലെ ഫത്വ സംവിധായകൻ മഹേഷ് നാരായണനെതിരെ GCC രാജ്യങ്ങൾ പുറപ്പെടുവിച്ചു. പിന്നീട് കുറച്ചു നാളത്തേക്ക് മഹേഷ് നാരായണന് അവിടേക്കുള്ള യാത്ര വരെ വിലക്കിയിരുന്നു. അങ്ങനെ പാകിസ്ഥാന്റെ ഗൾഫ് രാഷ്ട്രങ്ങളിലെ OIC നിയന്ത്രണവും അനധികൃത യാത്രകളും സ്പൈ വർക്കുകളും ഇന്ത്യക്കെതിരെ നടത്തുന്നത് ഇതേ ഗൾഫ് റൂട്ടുകളിലൂടെയാണ്. അത് രണ്ടുപേരുടെയും നിലനിൽപ്പിന് പ്രശ്നമായതുകൊണ്ടാണ് പാകിസ്ഥാൻ വിരുദ്ധ സിനിമകൾ ഈ 6 ഗൾഫ് രാഷ്ട്രങ്ങളിൽ ബാൻ ചെയ്യാനുള്ള കാരണം. ഇതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ പറയണമെന്നുണ്ട്, പക്ഷേ ചില കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.